അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇടയിൽ നിസ്കരിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും നിസ്കരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും. ഒരുപക്ഷെ അവർക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷേ അമൽ ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയത് കൊണ്ടാണ്. അതെങ്ങനെ, അതിൻ്റെ പരിഹാരം എന്താണ്? അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു തആലയോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴേ അള്ളാഹുവിൻ്റെ കോപം നമ്മളിൽ നിന്നും വിട്ടു പോവുകയുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിസ്കരിക്കാൻ മറ്റു രീതികളിൽ മടിയുള്ള, നിസ്കരിക്കൽ നിർബന്ധമാണെന്നൊന്നും വിശ്വസിക്കാത്ത നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ കെട്ടുകഥകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കാതിരുന്ന് കഴിഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തൊരു കാര്യം നമ്മളോട് മറ്റൊരാൾ പറഞ്ഞാലും ആ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയാനകമായിട്ടുള്ളൊരു ശിക്ഷ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്നത്തെ വീഡിയോയിൽ നിസ്കരിക്കാത്ത ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചെന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷയാണ്. വലിയ വലിയ മഹാന്മാരും ഇമാമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ചെറിയ കഥയാണ്. എല്ലാവരും ഈ ഒരു ചെറിയ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിസ്കരിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിവുണ്ടായിട്ടും അത് പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമ്മളൊരു പക്ഷേ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായേക്കാം, നമുക്ക് എന്ത് ചെയ്യണം, അമൽ ചെയ്യണം, ഇൽമ ചെയ്യണം എന്നൊക്കെ, ഇൽമ ചെയ്യണം അല്ലെങ്കിൽ ഇൽമ പഠിച്ചത് പ്രവർത്തിക്കണം എന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെക്കൊണ്ടത് കഴിയുന്നില്ല. എന്നാൽ നിസ്കരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ശിക്ഷ എന്താണ്? അതായത് ഒരിക്കൽ ഒരാൾ നിസ്കരിക്കാത്ത ഒരാളാണ്. അയാളെ മറവ് ചെയ്യാൻ വേണ്ടി, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. പള്ളിക്കാട്ടിലെത്തിയപ്പോൾ ആദ്യം ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിൽ പാമ്പ്. പിന്നൊരു ഖബർ കുഴിച്ചു. ആ ഖബറിലും പാമ്പ്. പിന്നൊരു ഖബർ കുഴിച്ചു, അതിലും പാമ്പ്. അപ്പോൾ ഇയാളെ പാമ്പുള്ള ഖബറിൽ തന്നെ കിടത്തണം എന്നാണ് നിയമം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നിസ്കരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. നിസ്കരിക്കാത്ത വ്യക്തികൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതിഭയാനകവും ക്രൂരവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് മറവി കൊണ്ടല്ല, നമ്മൾക്ക് മടി കൊണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ നിസ്കാരമില്ല എന്നൊക്കെ നിഷേധിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശിക്ഷ ഇതൊക്കെയാണ്. എല്ലാവരും നിസ്കാരം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞു പോയ തെറ്റുകൾക്കൊക്കെ അല്ലാഹു തആലയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.